ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നമ്മേവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂതിത്തിൻ്റെ പുസ്തകമാണ് ഈ ദിവസങ്ങളിൽ നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. ഹോളോഫെർണസ് എന്ന അസീറിയൻ സേനാപതിയുടെ നേതൃത്വത്തിൽ സമീപ പ്രദേശത്തുള്ള സകലരെയും കീഴടക്കിയ ശേഷം ഇതാ യൂദയായിലെ മലഞ്ചെരുവിലെ ബത്തൂലിയ എന്ന ഇസ്രായേല്യരുടെ പട്ടണത്തിന് അസീറിയക്കാർ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഉപരോധം ഏർപ്പെടുത്തിയ ദിനങ്ങൾക്ക് ശേഷം ഹോളോഫെർണസിൻ്റെ ആജ്ഞ ഉണ്ടായി. എത്രയും വേഗം യുദ്ധത്തിന് സജ്ജരാവുക, ബത്തൂലിയ നിവാസികൾക്കെതിരെ, ഇസ്രായേല്യർക്കെതിരെ ശക്തമായ രീതിയിൽ യുദ്ധമഴിച്ചുവിട്ട് അവരെ മുഴുവൻ കൊന്നുതള്ളാനും അവരുടെ നാട് പിടിച്ചടക്കാനുമുള്ള സൈനിക പദ്ധതി ആസൂത്രണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ സമയം ഹോളോഫെർണസിൻ്റെ സമീപത്തേക്ക് ഏദോമ്യരായ ആളുകൾ, ഏസാവിൻ്റെ സന്തതികളായ ഏദോമ്യരായ ആളുകൾ, മൊവാബ്യരായ മറ്റു ചിലർ, തീരദേശങ്ങളിൽ താമസിക്കുന്ന ചിലർ, ഇവരുടെയെല്ലാം പ്രതിനിധികളായ ആളുകൾ കടന്നു ചെന്നിട്ട് ഒരു സൈനിക പദ്ധതി, ഒരു ഉപദേശം ഹോളോഫെർണസിനും അനുചരന്മാർക്കും നൽകുകയാണ്. അവർ പറയുന്ന കാര്യം ഇതാണ്: ഈ ബത്തൂലിയക്കാരെ ഒന്നടങ്ക് നശിപ്പിക്കുന്നതിന് അവരുമായി ഹോളോഫെർണസും സൈന്യവും പടവെട്ടേണ്ട ആവശ്യമില്ല. കാരണം ബത്തൂലിയക്കാരുടെ സൈനിക ശേഷി ഹോളോഫെർണസിൻ്റെ സൈനിക ശേഷിയുടെ മുമ്പിൽ ഒന്നുമല്ല. പിന്നെ എന്തിലാണ് ബത്തൂലിയക്കാർ അവരുടെ സകല ആശ്വാസവും അർപ്പിച്ചിരിക്കുന്നത്? അത് മലമുകളിലുള്ള അവരുടെ സ്ഥാനത്താണ്. മലമുകളിൽ മറഞ്ഞിരുന്നു കൊണ്ട് അവർക്കെതിരെ വരുന്ന ശത്രുവിനെ നേരിടാൻ സാധിക്കുമെന്നാണ് ബത്തൂലിയക്കാർ കരുതുന്നത്. അല്ലാതെ അവരുടെ കയ്യിൽ സൈനിക ഉപകരണങ്ങളോ സുസജ്ജമായ ഒരു വലിയ സൈന്യമോ ഇല്ല. അതുകൊണ്ട് ഹോളോഫെർണസിൻ്റെ സമീപം വന്ന ഏദോമ്യർക്കും മൊവാബ്യർക്കും തീരദേശവാസികൾക്കുമെല്ലാം ഹോളോഫെർണസിനും സഹചരന്മാരായ സൈനികർക്കും നൽകാനുള്ള ഒരു ഉപദേശം ഇതാണ്: ബത്തൂലിയക്കാർക്കെതിരെ നേരിട്ട് പോയി പടവെട്ടുന്നതിന് പകരം മലമുകളിൽ താമസിക്കുന്ന ബത്തൂലിയ നിവാസികൾ ദാഹജലത്തിനായി അവർ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന താഴ്വരകളിലെ നീരുറവകളെ, ചെറിയ നദികളെ എല്ലാം പിടിച്ചടക്കുക. അതുവഴി ബത്തൂലിയ നഗരവാസികൾക്ക് ഒരു കാരണവശാലും ജലം ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. സ്വാഭാവികമായും ബത്തൂലിയക്കാർ അവരുടെ നഗരത്തിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ജലം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീർന്നു പോകും. ഭക്ഷ്യവസ്തുക്കൾ അവരുടെ കയ്യിലുണ്ടെങ്കിലും ജലമില്ലാതെ ജനം വലയും. ദാഹജലം ലഭിക്കാതെ ഈ പട്ടണത്തിലെ ആളുകളെല്ലാം മരണത്തെ അഭിമുഖീകരിക്കും. അപ്പോൾ ഒന്നുകിൽ അവർ ഒന്നടങ്കം ഹോളോഫെർണസിൻ്റെ മുമ്പിൽ വന്ന് യാചിച്ച് അടിമകളെ പോലെ കീഴടങ്ങും, അല്ലെങ്കിൽ അവർ ജലം ലഭിക്കാതെ അവരുടെ പട്ടണത്തിനുള്ളിൽ മരിച്ചു വീഴും. ചുരുക്കത്തിൽ ഒരു യുദ്ധവും നടത്താതെ, ഒരു തുള്ളി ചോര പോലും പൊടിയാതെ, യാതൊരു വിധത്തിലുള്ള പ്രയത്നവും
ചെയ്യാതെ തന്നെ ഹോളോഫർണസിൻ്റെയും സൈന്യത്തിൻ്റെയും മുൻപിൽ ബത്തൂലിയക്കാർ അടിമകളെ പോലെ വന്ന് നിൽക്കുന്ന, കീഴടങ്ങുന്ന ഒരു പദ്ധതിയാണ് ഇവർ ആവിഷ്കരിച്ചത്. തീർച്ചയായും ഈ പദ്ധതി മോവാബ്യരുടെയും ഏദോമ്യരുടെയും തീരദേശവാസികളുടെയും ഈ പദ്ധതി ഹോളോഫർണസിനും അനുചരന്മാർക്കും വളരെ നല്ലതായി തോന്നി. ആ പദ്ധതി അവർ സ്വീകരിക്കുകയും അതിന് അനുസൃതം പ്രവർത്തിക്കാനുള്ള കൽപ്പന തങ്ങൾക്ക് ഉപദേശം നൽകിയ ആളുകൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് രംഗം. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് തന്നെ പരിശോധിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ നമുക്കെല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കാം. യൂഥ്യത്തിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഹോളോഫർണസിനും സേവകന്മാർക്കും ഈ വാക്കുകൾ സന്തോഷപ്രദമായി. അങ്ങനെ ചെയ്യാൻ അവൻ കൽപ്പന നൽകി. അമ്മോന്യരുടെ സൈന്യം അസീറിയരുടെ 5000 ഭടന്മാരോടുകൂടെ മുൻപോട്ട് നീങ്ങി താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രായേല്യരുടെ അരുവികളും ചാലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു. ഏസാവിൻ്റെയും അമ്മോൻ്റെയും സന്തതികൾ മുകളിലെത്തി ദോഥാനെതിരെയുള്ള മലനാട്ടിൽ പാളയമടിച്ചു. അവരുടെ ആളുകളിൽ ചിലരെ തെക്കോട്ടും കിഴക്കോട്ടും മൊക്മൂർ അരുവിയുടെ കരയിൽ കൂസിക്ക് സമീപം അക്രാബായിലേക്കും അയച്ചു. ബാക്കി അസീറിയൻ സൈന്യം സമതലത്തിൽ പാളയമടിക്കുകയും ആ പ്രദേശമാകെ നിറയുകയും ചെയ്തു. അവരുടെ കൂടാരങ്ങളും ഭക്ഷ്യവിഭവങ്ങളുടെ വാഹനങ്ങളും അസംഖ്യമായിരുന്നു. അവർ ഒരു വലിയ സമൂഹമായിരുന്നു. ഏദോമ്യരുടെയും മൊവാബ്യരുടെയും തീരദേശവാസികളുടെയും ഉപദേശം, അതായത് ബത്തൂലിയ നിവാസികൾക്ക് ജലം ലഭ്യമാക്കിക്കൊണ്ടിരുന്ന ജലസ്രോതസ്സുകൾ മുഴുവൻ ഉപരോധിക്കുകയും പിടിച്ചടക്കുകയും ചെയ്യുക എന്ന ഉപദേശം ഹോളോഫർണസിനും സംഘത്തിനും വളരെയധികം സ്വീകാര്യമായി തോന്നി. അരുവികൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള ഉപരോധത്തിലേക്ക് നീങ്ങാൻ ഹോളോഫർണസ് അവർക്ക് അനുമതിയും കൽപ്പനയും നൽകുന്നു. അങ്ങനെ അമ്മോന്യരുടെ സൈന്യം അസീറിയക്കാരുടെ 5000 ഭടന്മാരോടുകൂടെ മുൻപോട്ട് നീങ്ങി ബത്തൂലിയ താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രായേല്യരുടെ അരുവികളും ചാലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നാം ഇവിടെ വായിച്ചത്. ഏസാവിൻ്റെയും അമ്മോൻ്റെയും സന്തതികൾ മുകളിലെത്തി ദോഥാനെതിരെ പാളയമടിച്ചു എന്നും നമ്മൾ വായിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഏദോമ്യരുടെയും മൊവാബ്യരുടെയും തീരദേശവാസികളുടെയും സംഘത്തിന് പുറമെ അമ്മോന്യരും ഇസ്രായേൽക്കാർക്കെതിരെ നീങ്ങുന്നു എന്നതാണ്. ആരാണ് ഈ അമ്മോന്യർ? നമുക്കറിയാം. അബ്രഹാമിൻ്റെ മരുമകൻ ലോത്തിൻ്റെ പുത്രൻ ബെൻ അമ്മിയുടെ സന്തതി പരമ്പരയാണ് അമ്മോന്യർ. ഈ അമ്മോന്യരുടെ നേതാവായിരുന്ന വ്യക്തിയായിരുന്നു ആഖിയോർ. ഈ ആഖിയോർ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ, യൂഥ്യത്തിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങിയ ആ കാലത്ത് ആഖിയോറിനെ കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഹോളോഫർണസും സൈന്യവും ബത്തൂലിയക്കാർക്കെതിരെ, ഇസ്രായേൽക്കാർക്കെതിരെ നീങ്ങുന്ന സമയത്ത് ആഖിയോർ എന്ന അമ്മോന്യൻ ഇസ്രായേൽക്കാർക്ക് അനുകൂലമായി സംസാരിക്കുകയും ആ കാരണം കൊണ്ട് തന്നെ ഹോളോഫർണസിൻ്റെ അപ്രീതിക്ക് കാരണമാവുകയും നാട് കടത്തപ്പെടുകയും ചെയ്ത സംഭവം നമ്മൾ വായിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ അമ്മോന്യർ അവർ കൂടി മൊവാബ്യരുടെയും ഏദോമ്യരുടെയും കൂടെ ചേർന്ന് ഇസ്രായേലിന് എതിരെ നീങ്ങുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അവരും
ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കാളികളാവുകയും യുദ്ധത്തിന് സജ്ജരാവുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ യൂദായുടെ, ഇസ്രായേല്യരുടെ സമീപ പ്രദേശങ്ങളിലുള്ള മുഴുവൻ രാജ്യങ്ങളും ജനങ്ങളും ഇപ്പോഴിതാ അസീറിയക്കാരോടൊപ്പം ചേർന്ന് ഇസ്രായേലിന് എതിരായിരിക്കുകയാണ്, ഇസ്രായേലുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ബത്തൂലിയായുടെ കിഴക്കുവശത്തും വടക്കുവശത്തും തെക്കുവശത്തു നിന്നുമുള്ള മുഴുവൻ ജനങ്ങളും, മുഴുവൻ രാജ്യങ്ങളും അവർക്ക്, ഇസ്രായേൽക്കാർക്കെതിരായി, അസീറിയക്കാർക്ക് അനുകൂലമായി യുദ്ധത്തിനും ഉപരോധത്തിനും തയ്യാറെടുക്കുന്നു. ഈ സമയം തങ്ങളുടെ ജലം ലഭ്യമാക്കിക്കൊണ്ടിരുന്ന അരുവികളും ചാലുകളും നീർച്ചോലകളുമൊക്കെ ഉപരോധത്തിൽ ആയി എന്നറിയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ എന്താണ്? അതാണ് തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെടെ അസീറിയൻ സൈന്യം ബത്തൂലിയക്കാർ വെള്ളം നിറച്ചു വെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നതുവരെ 34 ദിവസം അവരെ ഉപരോധിച്ചു. അവരുടെ ജലസംഭരണികൾ വറ്റി വരണ്ടു. ഒരു ദിവസമെങ്കിലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി. അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയറ്റു. സ്ത്രീകളും യുവാക്കളും നഗരവീഥികളിലും പടിവാതിൽക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. ദാഹജലത്തിനായി കേഴുന്ന ഇസ്രായേൽക്കാരെയാണ് നമ്മളിപ്പോൾ കണ്ടെത്തുന്നത്. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് ദാഹജലം പോലും ലഭ്യമല്ലാതെ ഇസ്രായേൽ ജനം വലഞ്ഞു. അവർ ദൈവമായ കർത്താവിനെ വിളിച്ച് നിലവിളിക്കുകയാണ്. കാരണം അവരുടെ നീർച്ചോലകളും അരുവികളുമെല്ലാം പിടിച്ചടക്കപ്പെട്ടിട്ട് അതിശക്തമായ ഉപരോധത്തിൻ്റെ ദിനങ്ങൾ ആരംഭിച്ചിട്ട് ഇതാ 34 ദിവസങ്ങൾ പിന്നിട്ടു. ഉപരോധത്തിൻ്റെ 34 ദിവസങ്ങൾ പിന്നിട്ടിപ്പോഴേക്കും ജലം മുഴുവൻ, അവരുടെ കൈവശമുണ്ടായിരുന്ന ജലം മുഴുവൻ തീർന്നു. ജനം തീർത്തും നിരാശരായി. കുഞ്ഞുങ്ങളുടെ ആശയറ്റു. സ്ത്രീകളും യുവാക്കളും നഗരവീഥിയിൽ കുഴഞ്ഞു വീഴുന്നു. ഇവിടെ 34 ദിവസം എന്നൊരു പരാമർശം നമ്മൾ കാണുന്നുണ്ട്. 34 ദിവസത്തെ ഉപരോധം എന്നത് ദൈവശാസ്ത്രപരമായി പ്രാധാന്യമുള്ള ഒരു പരാമർശമാണ്. ഇപ്പോൾ 34 ദിവസങ്ങൾ നീണ്ടുനിന്ന ഉപരോധം പിന്നിട്ടിരിക്കുന്നു. തുടർന്ന് വരുന്ന വചനഭാഗങ്ങളിൽ നമ്മൾ മറ്റൊരു കാര്യം കാണും. ഒരു 5 ദിവസത്തെ സാവകാശം കൂടി നഗരാധിപന്മാർ ബത്തൂലിയ നിവാസികളോട് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ 34ഉം 5ഉം കൂടി കൂടുമ്പോൾ 39 ദിവസങ്ങളാവും. 39 ദിവസം പൂർത്തിയാകുന്ന അന്ന് ദൈവം ഇടപെട്ടില്ലെങ്കിൽ 40-ാം ദിവസം കീഴടങ്ങാം എന്ന തീരുമാനത്തിലേക്ക് ബത്തൂലിയ നിവാസികൾ ഇനി വരുന്നത് നമ്മൾ കാണും. അതുകൊണ്ട് ഈ 34 ദിവസങ്ങൾ എന്ന പരാമർശം സത്യത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു 40-ാം ദിനത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്കാണ്. കാരണം 40-ാം ദിവസം മുതലാണ് സത്യത്തിൽ ഈ ജനം ദൈവത്തിൻ്റെ ഇടപെടൽ ദർശിക്കാൻ പോകുന്നത്. 40-ാം ദിവസമാകുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിലേക്ക്, ബത്തൂലിയ നിവാസികളുടെ ജീവിതത്തിലേക്ക് അതിശക്തമായ വിധം ഇടപെടുന്നതിന് അവർ സാക്ഷികളാവും. 40-ാം ദിവസം എന്നത് ദൈവിക ഇടപെടലിൻ്റെ സമയമാണ്.
ദൈവം ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ ചരിത്രത്തിൽ സവിശേഷമായി കടന്നു വരികയും ഇടപെടുകയും ചെയ്യുന്ന രക്ഷയുടെ സമയമാണ് 40-ാം ദിവസം. വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നോഹയുടെ കാലത്ത് ജലപ്രളയം നീണ്ടു നിന്നത് 40 ദിനരാത്രങ്ങളായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവികമായ ഇടപെടലിൻ്റെ സമയമായ 40 ദിനരാത്രങ്ങൾ. മോശ സീനായി മലമുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞത് 40 ദിനരാത്രങ്ങളാണ്. 40 ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രാർത്ഥനയുടെ ദൈവാനുഭവത്തിൻ്റെ സമയമാണ് മോശയ്ക്ക് സിദ്ധിക്കുന്നത്. കർമ്മലമലയിൽ നിന്നും ഹോറേബ് മലയിലേക്ക് ഏലിയാ പ്രവാചകൻ യാത്ര ചെയ്തത് 40 ദിവസങ്ങളായിരുന്നു എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലും 40 ദിവസങ്ങൾ വളരെ പ്രസക്തമാണ്. ഈശോ തൻ്റെ പരസ്യജീവിതത്തിന് മുന്നോടിയായി 40 ദിവസങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ചു, തപസ്സനുഷ്ഠിച്ചു എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷം 40-ാം ദിവസമാണ് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തത് എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ 40 ദിവസം എന്ന ദൈവിക ഇടപെടലിൻ്റെ സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് 34 ദിവസങ്ങൾ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തതായി, ദാഹജലം ലഭിക്കാതെ കേഴുന്ന ജനം, ആശയറ്റവർ, നിരാശയുടെ പടുകുഴിയിലേക്ക് കടന്നു പോകുന്നവർ, നഗരവാതിൽക്കലും നഗരവീഥിയിലും ദാഹജലം കിട്ടാതെ മോഹാലസ്യപ്പെട്ടു പോകുന്ന ജനം. ഈ ജനം നിലവിളിയുമായി ആവലാദികളുമായി നഗരാധിപന്മാർക്ക് അടുക്കിലേക്ക് വരുന്നതും നഗരാധിപന്മാരായ ആളുകൾക്കെതിരെ തിരിയുന്നതുമാണ് തുടർന്ന് വരുന്ന വചനഭാഗത്ത് കാണുന്നത്. നമുക്കതൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് ഒരുമിച്ച് വായിക്കാം. അപ്പോൾ യുവാക്കന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനമെല്ലാം ഉസിയായുടെയും നഗരാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവമായിരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ വിധികർത്താവ്. അസീറിയക്കാരോട് സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ദാഹത്താലും കൊടിയ നാശത്താലും അവരുടെ മുൻപിൽ നിലത്ത് ചിതറാൻ ദൈവം ഞങ്ങളെ അവർക്ക് വിറ്റിരിക്കുകയാണ്. ഉടനെ ഹോളോഫർണസിനെയും സൈന്യം മുഴുവനെയും വിളിച്ചു വരുത്തി നഗരം അടിയറ വയ്ക്കുക. അവർ കൊള്ളയടിക്കട്ടെ. അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം. അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുമല്ലോ. ഞങ്ങളുടെ ശിശുക്കൾ മുൻപിൽ വീണ് മരിക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളാവുകയോ ഭാര്യമാരും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നത് കാണുകയോ വേണ്ടല്ലോ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ വിവരിച്ചതൊന്നും അവിടുന്ന് ഇന്ന് ചെയ്യാതിരിക്കട്ടെ. കടുത്ത നിരാശയിൽ ദാഹജലം കിട്ടാതെ വലയുന്ന ജനം ഇസ്രായേലിലെ നേതാക്കന്മാർക്കും ശ്രേഷ്ഠന്മാർക്കുമെതിരെ തിരിയുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ ജനം അവരുടെ നേതാക്കന്മാരോട് പറയുകയാണ്, നമ്മുടെ അയൽ രാജ്യങ്ങളായ മൊവാബ്യരും ഏദോമ്യരും തീരദേശവാസികളും അമ്മോന്യരുമൊക്കെ ചെയ്തതുപോലെ നെബുക്കദ്നസറിനോട് വിധേയത്വം പ്രഖ്യാപിച്ച് ഹോളോഫർണസിൻ്റെ അധീശത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുമായി സഖ്യം ചേർന്ന്
സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ ഒരു ചെറുത്തുനിൽപ്പ് നടത്താനായി നിങ്ങളെടുത്ത തീരുമാനം തെറ്റിപ്പോയിരിക്കുന്നു. ആ ഒറ്റ തീരുമാനം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ മരിച്ചു വീഴുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങളുടെ തീരുമാനം തെറ്റിപ്പോയിരിക്കുന്നു. ശത്രുക്കൾ ഞങ്ങളെ വേട്ടയാടാനായി തുടങ്ങുന്നു. വലിയ ക്ഷാമം കൊണ്ട് ദാഹജലം കിട്ടാതെ ഞങ്ങൾ വലയുന്നു എന്ന് പറഞ്ഞ് ജനം അവരുടെ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ ഇസ്രായേൽ ജനം അവരുടെ കഷ്ടതയുടെ സമയങ്ങളിൽ അവരുടെ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മരുഭൂവഴികളിൽ എത്ര തവണയാണ് ജനം മോശയ്ക്കും ദൈവത്തിനും അഹറോനുമെതിരെ പെറുപെറുക്കുന്നതും ധിക്കാരപൂർവ്വം പെരുമാറുന്നതും ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ചെങ്കടൽ തീരത്ത് വെച്ച് ഈ കടൽ മുറിച്ച് കടന്ന് ഞങ്ങൾ എങ്ങനെ കടക്കും, ഞങ്ങളെ പിറകിൽ വേട്ടയാടുന്ന ഫറവോയുടെ സൈന്യം അടുത്തെത്തിയിരിക്കുന്നു, ഈ കടൽ തീരത്ത് വെച്ച് ഞങ്ങൾ കൊല്ലപ്പെടുമെന്ന് ആധിയോടെ കരയുകയും മോശയ്ക്കെതിരെ തിരിയുകയും ചെയ്യുന്ന ഒരു ജനത്തെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവം അത്ഭുതകരമായി ചെങ്കടൽ പിളർത്തി അവരെ രക്ഷപ്പെടുത്തുന്നു. പക്ഷേ മറുകരയിലെത്തി അധിക സമയം കഴിയുന്നതിന് മുൻപ് തന്നെ ഈ ജനം ഈ മരുഭൂമിയിൽ കിടന്ന് വെള്ളം കിട്ടാതെ മരിക്കാനാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും മോശയ്ക്കെതിരെ തിരിയുന്നുണ്ട്. അപ്പോഴാണ് ദൈവം അവർക്ക് നീരുറവകൾ കാണിച്ചു കൊടുക്കുന്നത്, ജലം ധാരാളമായി നൽകുന്നത്. പിന്നീട് ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് വഴികളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി, മാംസത്തിന് വേണ്ടി എന്ന് തുടങ്ങി നിരന്തരം മോശയ്ക്കെതിരെയും ദൈവമായ കർത്താവിനെതിരെയും ഈ ജനം മറുതലിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ തനിയാവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ദൈവം തങ്ങളെ ശിക്ഷിക്കുകയാണെന്ന് ഈ ജനം കരുതുന്നു. ദൈവം തങ്ങളെ ശത്രുക്കളുടെ മുൻപിലേക്ക് വിറ്റിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പരാജയം എത്രയും പെട്ടെന്ന് സമ്മതിച്ച് ജീവൻ നിലനിർത്താനുള്ള മാർഗം എന്തെന്ന് നോക്കണം എന്നാണ് ജനം ഈ നേതാക്കന്മാരോട് പറയുന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ ആവശ്യം ഇതാണ്: ഒട്ടും താമസിക്കാതെ ഹോളോ ഫർണസിൻ്റെ മുൻപിൽ ചെന്ന് അടിയറവ് പറയുക, എത്രയും പെട്ടെന്ന് ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കുക. ഹോളോ ഫർണസിൻ്റെ ദാസന്മാരാണ് തങ്ങൾ എന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജനം പറയുന്നു. അവരുടെ വാക്കുകൾ ഇപ്രകാരമാണ്: അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം, അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുമല്ലോ. ഒരു ജനത്തിൻ്റെ നിരാശ മുഴുവൻ ഈ വാക്കുകളിൽ നമുക്ക് കാണാം. അവരുടെ കുഞ്ഞുങ്ങൾ ദാഹജലം കിട്ടാതെ മരിച്ചു വീഴുന്നതിന് മുൻപ്, അവരുടെ യുവാക്കളും സ്ത്രീജനങ്ങളും നഗരവീഥികളിൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് അടിയറവ് വയ്ക്കാം. ഹോളോ ഫർണസിൻ്റെ മുൻപിൽ ചെന്ന് തങ്ങളുടെ രാജ്യം നിങ്ങളുടെ മുൻപിൽ സമ്പൂർണ്ണമായി അടിയറവ് പറയുന്നു എന്ന നിലപാടെടുക്കാം. ഹോളോ ഫർണസിൻ്റെ മുൻപിൽ അടിയറവ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള മറ്റൊരർത്ഥം ഹോളോ ഫർണസിൻ്റെ യജമാനനായ നെബുക്കദ്നെസറിനെ ദൈവമായി ആരാധിക്കാം എന്നുള്ളതാണ്. നെബുക്കദ്നെസർ എന്ന രാജാവിനെ തങ്ങളുടെ ദൈവമായി ആരാധിക്കാം എന്ന നിലപാടെടുക്കുമ്പോൾ സത്യത്തിൽ ഈ ജനം തള്ളിപ്പറയുന്നത് അവരുടെ ദൈവമായ കർത്താവിനെ തന്നെയാണ്. അതായത് ഹോളോ ഫർണസിൻ്റെ മുമ്പിൽ ചെന്ന് അടിയറവ് വയ്ക്കാം എന്നീ ജനം പറയുമ്പോൾ സത്യത്തിൽ അതിന് ദൂരവ്യാപകമായ ചില ഫലങ്ങളുണ്ട്. എന്നാലും നമുക്ക് അടിയറവ് സമ്മതിക്കാം എന്ന് പറയുന്ന ജനം, ഇത്തരത്തിൽ വിലപിക്കുന്ന ഈ ജനത്തിൻ്റെ മുൻപിൽ തീർച്ചയായും നഗരാധിപനായ ഉസ്സിയായിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
ഉസിയ എങ്ങനെയാണ് ഈ ജനത്തെ അഭിമുഖീകരിക്കുന്നത്, അവരോട് എന്താണ് സംസാരിക്കുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിച്ച് വിശദീകരിക്കാം.